നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പുകളും അത് കേവലം നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ സംസ്കാരവും മൂല്യങ്ങളും എല്ലാം ഉയർത്തിപ്പിടിക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ആഘോഷിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സംസ്കാരത്തെ, ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവണം. അല്ലാതെ നമ്മുടെ ചരിത്രത്തിലെ ക്രൂരമായ ചില മുറിവുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാകരുത്. അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ഓരോ സ്മരണകളും ഒരു പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന അവസരങ്ങളാണ്. അത്തരമൊരു നിർഭാഗ്യകരമായ സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നു. NDA വൻതോതിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ഒരു BJP മന്ത്രി, ആസാമിലെ BJP മന്ത്രി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു പോസ്റ്റ്, ആ പോസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ് എന്നാണ്. ബീഹാർ കോളിഫ്ലവർ കൃഷിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് ഒരു കോളിഫ്ലവർ കൃഷി ചെയ്യുന്ന ഒരു പാടത്തിൻ്റെ ചിത്രം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവച്ചത്. അസമിലെ ഹേമന്ത ബിശ്വ ശർമ്മയുടെ മന്ത്രിസഭയിലെ BJP മന്ത്രിയായ അശോക് സിംഗാളാണ് ഈ പോസ്റ്റ് ഇട്ടത്. അത് വിവാദമായത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം NDA സഖ്യം വിജയിച്ചതിന് പിന്നാലെയായിരുന്നു അസം BJP മന്ത്രിയുടെ ഈ പോസ്റ്റ്. ഒറ്റനോട്ടത്തിൽ ഇതിൽ കാര്യമായ ഉപദ്രവങ്ങളൊന്നുമില്ല, നിരുപദ്രവമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ പോസ്റ്റിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ചരിത്രമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു കൊടും ക്രൂരതയുടെ ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് ഈ ഗോബി കൃഷിയുടെ പിന്നിലെ രഹസ്യമെന്നല്ലേ? 1989 നോക്കണം. അന്ന് ബീഹാർ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ബീഹാറിലെ ഭഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു വർഗീയ കലാപമുണ്ടാകുന്നു. 1989 ഭഗൽപൂർ വർഗീയ കലാപം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. 1989 ബീഹാറിലെ ഭഗൽപൂർ ജില്ലയിൽ അന്ന് അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലാണ് ഭഗൽപൂർ അക്രമം നടക്കുന്നത്. ഒക്ടോബർ 24 ആരംഭിച്ച അക്രമം 2 മാസത്തോളമാണ് നീണ്ടുനിന്നത് കേട്ടോ. ഭഗൽപൂർ നഗരത്തെ ചുറ്റുമുള്ള 250ഓളം ഗ്രാമങ്ങളെ എല്ലാം ബാധിച്ച വലിയൊരു വർഗീയ ലഹളയായിരുന്നു ഇത്. 1000-ലധികം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിൽ ഏകദേശം 900 പേരും മുസ്ലിമീങ്ങളായിരുന്നു. അക്രമത്തിൻ്റെ ഫലമായി ആ പ്രദേശത്തെ 50,000-ഓളം പേരാണ് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്. സ്വതന്ത്ര ഇന്ത്യയിലെ കാലത്ത് നടന്ന ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും ക്രൂരമായ ഹിന്ദു മുസ്ലിം അക്രമമായിരുന്നു അത്. ആ കലാപത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു അധ്യായമായിരുന്നു ലോഗൈൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ കൂട്ടക്കൊല. ബീഹാറിലെ ലോഗൈൻ എന്ന ഗ്രാമത്തിൽ അവിടെ 100-ലധികം മുസ്ലിം സഹോദരങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, അവരുടെ മൃതദേഹങ്ങൾ ഒരു വയലിൽ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ വയലിൽ കുഴിച്ചു മൂടിയത് ആരും പുറത്തറിയാതിരിക്കാൻ ആ ശവങ്ങൾ മൂടിയിട്ട് ആ പറമ്പിന് മുകളിൽ കോളിഫ്ലവർ കൃഷി ചെയ്യുകയാണ്. കോളിഫ്ലവറിനാണ് ഗോബി എന്ന് ഇന്ത്യയിൽ പറയുക എന്ന് നമുക്കറിയാം. അതിനെയാണ് ഗോബി കൃഷി എന്ന് പറയുന്നത്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും പാതകത്തിൻ്റെ ഓർമ്മയാണ് ഗോബി കൃഷി. അങ്ങനെയുള്ള ഒരു ഓർമ്മയാണ് ഗോബി കൃഷി എന്ന പ്രയോഗത്തിലൂടെ BJP മന്ത്രി വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കിയ ഒരു സംഭവത്തോട് ഉപമിക്കുക അതത്രത്തോളം ഭീകരവും അപലപനീയവുമാണെന്ന് നമ്മൾ ചിന്തിക്കണം. കേവലം ഒരു വ്യക്തിയുടെ പിഴവായി ഇതിനെ കാണാൻ സാധിക്കില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ പ്രതിഫലനമാണോ എന്ന് സംശയിക്കുന്നതിൽ കാര്യമുണ്ട്. ഇങ്ങനെയൊരു പോസ്റ്റിലൂടെ ബീഹാറിൽ വീണ്ടും മുസ്ലിം വംശഹത്യക്ക് സമയമായിരിക്കുന്നുവെന്നാണോ ഒരു സംസ്ഥാനത്തെ മന്ത്രി പറയാതെ പറയുന്നത്? ഹേമന്ത് ബിശ്വ ശർമ്മയെ നമുക്കറിയാം. അദ്ദേഹം നടത്തിയ വർഗീയ പരാമർശങ്ങൾ പലപ്പോഴും രാജ്യം കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ ഒരു മന്ത്രി തന്നെ ഇക്കാര്യം പറയുന്നുവെന്നതുകൊണ്ട് ആർത്ഥത്തിൽ നോക്കുമ്പോൾ അതിൽ അത്ഭുതമൊന്നും കാണാനും കഴിയില്ല. ഭഗൽപൂരിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കണം. 1989 ഈ കലാപം നടക്കുമ്പോൾ അവിടെ ബീഹാറിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് ആണ് കേട്ടോ. പിന്നീട് ഈ കലാപവുമായി ബന്ധപ്പെട്ട വിധി വരുന്നത് എത്രയോ പതിറ്റാണ്ടുകൾ വീണ്ടും കഴിഞ്ഞാണ്. അതിനുശേഷവും കോൺഗ്രസ് ഭരിച്ചു, ലാലു പ്രസാദ് യാദവ് ഭരിച്ചു. പിന്നീട് 2005 നവംബറിൽ അധികാരത്തിൽ വന്ന ശേഷം ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ
നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായപ്പോഴാണ് ജസ്റ്റിസ് NN സിംഗിൻ്റെ നേതൃത്വത്തിൽ ഭഗൽപൂർ കലാപ അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നത്. കമ്മീഷൻ 2015 ഫെബ്രുവരിയിൽ 1000 പേജുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അങ്ങനെ ഈ റിപ്പോർട്ട് ബീഹാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെയും തദ്ദേശ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും നിഷ്ക്രിയത്വമാണ് മാരകമായ ഏറ്റുമുട്ടലുകൾക്ക് അന്ന് കാരണമായത് എന്നാണ് ആ കുറ്റപത്രത്തിലുള്ളത്. വെറുതെയല്ല നിതീഷ് കുമാർ ബീഹാറിൻ്റെ സുശാസൻ ബാബു ആകുന്നത്. ഇങ്ങനെ ഭഗൽപൂർ ആവർത്തിക്കണമെന്ന് പറയാതെ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇത് നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നുവെന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഒരു ജനതയെ ഒന്നടങ്കം ആക്ഷേപിക്കാനും അവരുടെ മുറിവുകളിൽ മുളക് തേക്കാനും ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മന്ത്രിക്ക് സാധിക്കുന്നു. ഇത് നമ്മുടെ ജനാധിപത്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ്. കോൺഗ്രസ് നേതാക്കളായ ഗൗരവ് ഗൊഗോയ്, ശശി തരൂർ, തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെ തുടങ്ങി പലരും ഈ പോസ്റ്റിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. ഇത് ലജ്ജാകരമാണ്, സംസ്കാര ശൂന്യമാണ് എന്നവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഭഗൽപൂർ കലാപത്തിൻ്റെ ഭീകരതയെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം പ്രയോഗങ്ങൾ, അതും ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഉണ്ടാകുന്നത് ലജ്ജാകരമാണെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ, സംവദിക്കാൻ, പ്രതിഷേധിക്കാൻ എല്ലാമുള്ള വലിയ സാധ്യതയാണ്. രാഷ്ട്രീയക്കാർ അത് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ സമൂഹ മാധ്യമത്തിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ, വർഗീയ ധ്രുവീകരണമുണ്ടാക്കാൻ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഈ സമൂഹ മാധ്യമങ്ങളെ ഉപകരണമാക്കിക്കൊണ്ടിരിക്കുകയാണ് പല രാഷ്ട്രീയ വക്താക്കളും. BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളും പോസ്റ്റുകളും മുമ്പും രാജ്യം കാണുന്നു, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമോ പരാജയമോ ആകട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ ആഘോഷിക്കാൻ മനുഷ്യത്വത്തെ കൊന്നൊടുക്കിയ ഒരു ക്രൂരതയെ കൂട്ടുപിടിച്ചത് അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയമാണ് എന്ന് തന്നെ പറയാതെ വയ്യ.